ഹലോ എവരി വൺ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലയാളികൾക്ക് ഭയങ്കര പരിചയമുള്ള ഒരാളാണ്. വേറെ ആരുമല്ല, നമ്മുടെ നിമിഷ ചേച്ചിയാണ്. വെൽക്കം ടു മാത്സ്റ്റിക് മീഡിയ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അത് സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സുന്ദരിയാണ്. സൗണ്ട് കുഞ്ഞു പിള്ളേരെ എല്ലാരും പറയും ശരീരം വലുതും സൗണ്ട് കുഞ്ഞിതെന്നൊക്കെ. പക്ഷെ ചേച്ചിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ഒരു ഓറ. ലൈക്ക് ഈ ഡ്രസ്സും എല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരമ്മയും കൂടിയായിട്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ സന്തൂർ മമ്മി എന്നൊക്കെ പറയില്ലേ, അതൊരു ഫീല്. പക്ഷെ എന്നെ അങ്ങനെ ആരും പറയാറില്ല. നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട്, പക്ഷെ കമന്റിലൊന്നും പറയാറില്ല. നല്ല വൈബ് അമ്മായി. പക്ഷെ നേരിട്ട് കാണുമ്പോഴാണല്ലോ നമ്മൾ ആരും എന്താ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ ഞാൻ ഫസ്റ്റ് ചേച്ചിനെ കാണുന്നത്. അപ്പൊ വന്ന് കയറിയപ്പോ തന്നെ ഞാൻ നോക്കിയത് ആ ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഞാൻ ആലോചിച്ചു, വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുണ്ട് ശരിക്കും. ഇല്ല, ഞാൻ ശരിക്കും പറയാം, ഇത് പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതേ സന്തോഷം. അപ്പൊ നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി, രാക്ഷസി എന്ന് പറഞ്ഞ മൂവി ഇറങ്ങി. അതിന് മുന്നേ ലവ് ഫോർ സെയിൽ എന്ന് പറയുന്ന അതൊരു ലെസ്ബിയൻ മൂവിയാണ്. അതിനകത്തൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്ത് വെച്ച മൂവിയൊക്കെ ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ റീൽസ് വെറുപ്പിക്കലൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ യൂട്യൂബ് ചാനൽ. അപ്പൊ എങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ എന്നൊരു മോഡിലോട്ട് ഫസ്റ്റ് വന്നത്? ഞാൻ ഫസ്റ്റ് വന്നത് നമ്മുടെ ടിക്ടോക്ക് വഴിയാണ്. അന്ന് നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ബാൻ ആയി പോയി. അതിനുശേഷമാണ് ഇൻസ്റ്റാഗ്രാമിനെ പറ്റി നമ്മൾ പഠിച്ചതൊക്കെ. അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ, ഈ മണിച്ചേരന്റെ വീഡിയോ തന്നെ ഞാൻ അതിനകത്ത് ഇട്ടു. അപ്പൊ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ ഇൻകം കിട്ടുമെന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ അങ്ങോട്ട് ഒരു കുളി അങ്ങോട്ട് നടത്തി. അതിനുശേഷം നല്ലപോലെ റീച്ച് ആവാൻ തുടങ്ങി. അപ്പൊ ആൾക്കാരുടെ ടേസ്റ്റ് എന്താണ്, നമ്മൾ അത് പിടിക്കല്ലേ വേണ്ടത്. ഞാൻ അത് പിടിച്ചു. ഇപ്പൊ ആൾക്കാർക്ക് പോരാന്നാ പറഞ്ഞത്. പക്ഷെ എന്തായാലും എന്താ പറയാ, ഒരു ഗട്ട്സും കൂടെ വേണമല്ലോ. തീർച്ചയായിട്ടും ഒന്നൊന്നല്ല 5 വേണം. അല്ല, പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പൊ എത്രയ്ക്കാണെങ്കിലും നമ്മള് ഇങ്ങനെ ചെയ്യുമ്പോ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ജഡ്ജ്മെന്റ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സൊസൈറ്റിയിൽ ഒന്നും ചെയ്യാണ്ടൊരു ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ എങ്ങനെയാ ഒരു ഗട്ട്സ് വന്നത്? അതെന്ന് വെച്ചാല് നമുക്കിപ്പോ നമ്മൾ മാനസികമായിട്ടൊക്കെ തളർന്നിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഫണ്ട് കൊണ്ടുമൊക്കെ നമ്മൾ പല ആൾക്കാരെ കരഞ്ഞ് കാല് പിടിച്ച് പോയ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും നമ്മളോട് ആരും തരാനോ അല്ലെങ്കിൽ ഇപ്പൊ ചോദിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വേറെ കണ്ണുകളോട് നമ്മൾ നോക്കാനൊക്കെ തുടങ്ങി. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് സ്വന്തം കാലം നിന്നുകൂടാ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് ഇൻകം ഉണ്ടാക്കിയിരിക്കുക പല വഴി നമ്മൾ നോക്കി. പക്ഷെ അതൊന്നും നമുക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നമുക്ക് ഇപ്പൊ മറ്റേ ഒരു പരസ്യം കാണിക്കുന്നത്, ഞങ്ങളിതാ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് തെറി പറയുമ്പോ പോലും നമ്മളെ ആരും നേരിട്ടൊന്നും പറയാൻ വരുന്നില്ല. പിന്നെ നമ്മളെന്താണെന്ന് നമ്മുടെ കുടുംബത്തില് നമ്മൾ എന്താണെന്നുള്ളത് നമ്മുടെ കുടുംബക്കാർക്ക് നമ്മൾ അറിയാം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ നാട്ടുകാരെ ബോധിപ്പിച്ച് നമുക്കൊന്നും ആവാൻ പറ്റൂല. ഏത് ജോലിയാണെങ്കിൽ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്, ഇല്ലേ? എഫോർട്ട് എടുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ വെറുതെ അടുക്കളയിൽ ജീവിക്കുന്ന ആൾക്കാർക്കെതിരെ വരെ ഇപ്പൊ കുറ്റപ്പെടുത്തലും അഭിഖ്യാതികളും ഉണ്ട്. പിന്നെ നമ്മളെപ്പോലെ അഭിഖ്യാതികളുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ, ഞങ്ങളുടെ ലൈഫായിട്ട് ഞങ്ങൾ ഹാപ്പിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെയാണ് നമ്മുടെ തുടക്കം തന്നെ. അപ്പൊ കമന്റ് കണ്ടുമ്പോൾ ചേട്ടനാണെങ്കിൽ നീ എന്തിനാ മൈൻഡ് ചെയ്യാൻ പോണേ, എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെ അറിയാം. പിന്നെ മറ്റുള്ളവർ പറയുമ്പോൾ നീ എന്തിനാ, അവരാണ് നിനക്ക് ചിലവ് തരുന്നല്ലോ. പക്ഷെ എന്നാലും ആലോചിച്ചൊക്കെ നോർമലി നമ്മളിപ്പോ തെറി കേട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് നാട്ടുകാരെന്ത് പറയുന്നു, അയ്യോ നാട്ടുകാരെന്ത് പറയും, അങ്ങനെ ഒരു പേടിയോട് ജീവിക്കുന്ന ഒരു കൂട്ടാണ്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാ. അതാണ് അവരെന്ത് പറഞ്ഞോട്ടെ എന്ന് ചിന്തിക്കും. കമന്റ്സ് ഇന്ന് കുറവാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനേക്കാളും ഞാൻ ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പൊ ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട്. കാരണം ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ചിലവരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇത് ശരിയല്ല, നീ നിർത്തണം, അങ്ങനെ കൺട്രോൾ ചെയ്യണ ഒരുപാട് ഹൗസ് ഹോൾസ് ഉണ്ട് നമ്മുടെ ഇവിടെ. അങ്ങനെ ആകുമ്പോ നീ ഇത് മൈൻഡേക്കട, അങ്ങനത്തെ പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. തീർച്ചയായിട്ടും എന്തിനും എന്റെ കൂടെ സപ്പോർട്ട്. അത് ഞങ്ങൾ തമ്മിൽ അത്രയും ചെറുപ്പം തുടങ്ങി ഞങ്ങൾക്ക് അറിയാം. എനിക്കൊരു 12 വയസ്സുള്ളപ്പോൾ തുടങ്ങി അദ്ദേഹത്തിനെ അറിയാം. അപ്പൊ ശരിക്കും ഞാൻ എന്താണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇപ്പൊ അദ്ദേഹം എന്താണെന്ന് ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തമ്മിൽ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഓപ്പൺ മൈൻഡ്, അങ്ങനെ എല്ലാ കുടുംബത്തിലും ഇതൊക്കെ ഉണ്ടായാൽ ജീവിതമൊക്കെ ലൈഫാ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുന്ന അത്രയും വരത്തില്ല ഒരു ലിവിങ് ടുഗദർ, ഒരു ലവ് റിലേഷൻഷിപ്പും. അപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എല്ലാവരും പറയാം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പെമ്പിള്ളേർ ഇറങ്ങിപ്പോയിട്ട് ലിവിങ് ടുഗദർ, കല്യാണമേ വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അവരോട് ഞാൻ പറയുന്നു, കല്യാണം കഴിപ്പിച്ചോ, പക്ഷെ സ്വന്തം പെമ്പിള്ളേരെ കാര്യം ഞാൻ പറയാട്ടോ, പെമ്പിള്ളേർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റി ജോലി ആയതിനു ശേഷം പിള്ളേരെ കെട്ടിച്ചു വിടുക. 25, 26, 27 വയസ്സായിക്കോട്ടെ, കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ വേണ്ടി വരൂല്ലായിരിക്കും. ആരും ഇപ്പൊ കെട്ടാതെ നിന്ന് പോകുന്നില്ല. അത് ഒരു പോയിന്റാണ്. പിന്നെ എന്റെയൊക്കെ ലൈഫിൽ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് കിട്ടിയതും എനിക്ക് ഇത്രയും ഇപ്പൊ എന്താ പറയാ, ഈ ചാലക്കുടി പോലുള്ള ഒരു മേഖലയിൽ എനിക്ക് വരാൻ സാധിച്ചു. ഇപ്പൊ കൊച്ചിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, താമസിച്ച്. ഇപ്പൊ റെന്റിനാണെങ്കിൽ പോലും ഞാൻ ഇവിടെ ഈ സെന്ററിലാണ് നിൽക്കുന്നത്. എനിക്ക് കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ എന്റെ സ്വപ്ന ലോകമായിരുന്നു. എനിക്ക് കാണാൻ പറ്റുമോ, പോകാൻ പറ്റുമോ,
എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ ആയിരുന്നു. അപ്പൊ ആ സെന്ററിൽ തന്നെ ഞാൻ ഇവിടെ താമസിക്കുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഗഡ്സ് ഉള്ളത് കൊണ്ടാണ്. അല്ല കരഞ്ഞോണ്ടിരിക്കാനാണെങ്കിൽ നമ്മളിപ്പോ എന്നും എവിടെ എത്തത്തില്ല. കരഞ്ഞോണ്ട് അടുക്കളയിൽ തന്നെ ചോറും കറിയും. ഇപ്പൊ പറയല്ലോ നമ്മള് പെൺകുട്ടികള് എന്ന് 4 ചുവരില് പക്ഷെ എന്നാലും അടച്ചിട്ട് കഴിഞ്ഞാലും ചാടി പോകുന്നവരുണ്ടല്ലേ, ഉണ്ടാവും. അതൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒട്ടും ഇതാക്കാം. പക്ഷെ ഒരു ഇപ്പൊ നമ്മളെ വീട്ടിലേറെ തന്നെ മക്കളെ വളർത്തുവാണെങ്കിൽ ആ മക്കൾക്ക് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി. എന്തുണ്ടെങ്കിലും ഇപ്പൊ ഒരാളെ സ്നേഹിക്കാൻ തോന്നിയാലും അമ്മയോട് കൂടി ഒന്ന് പറയണം, അമ്മേ എനിക്ക് ആളെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും അവളെ വന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ ഒരു കണ്ണവർക്ക് വേണം. അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അവരുടെ മക്കളുടെ കാര്യം നോക്കാനും നേരമില്ല ആർക്കും. എല്ലാവരും ജോലി തിരക്ക് കാര്യങ്ങള്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ 18 വയസ്സ് 19 വയസ്സായ പെൺപിള്ളാരും ഉണ്ട് ആൺപിള്ളാരും ഉണ്ട്. ചുമ്മാ ഇങ്ങനെ നടക്കില്ലേ, അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഈ കൊച്ചി തന്നെ നമുക്ക് എവിടെ പോലും അറിയാൻ പറ്റും. നമ്മളിങ്ങനെ നടക്കാനും പോകുന്നില്ല, നമ്മൾ ആരുടെ കാര്യം അന്വേഷിക്കാൻ പോകുന്നില്ല. നമ്മുടെ ലൈഫുമായിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് ആരുടെയും കാല് പിടിക്കാതെ അവനവന്റെ കാര്യം നോക്കിയിട്ട് അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടാൻ വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ അത് കാണും. എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഹസ്ബൻഡ് തന്നെയാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വേറെ പുറത്തൊരു ഫോട്ടോഷൂട്ടിന്റെ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഞാൻ പോകാറില്ല. എനിക്ക് താല്പര്യമില്ല പോകാൻ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫായിട്ട് നമ്മൾ പോകും.